എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ്. കയ്യിൽ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചിട്ടില്ല എന്ന കമൻറ്റ് കണ്ടു. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഒരു വീഡിയോ. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ തന്നെ പെൻഷൻ ഏപ്രിൽ മാസം മുതൽ പല ആളുകൾക്കും മുടങ്ങും. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ തുടരുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനിയും പെൻഷൻ എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റ് പരിശോധിക്കണം. മുകളിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സേവന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ആധാർ നമ്പറോ പെൻഷൻ ID നമ്പറോ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പ്രവേശിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനാകും. സ്വന്തം കഴിഞ്ഞിട്ടില്ല എങ്കിൽ വീട്ടിലുള്ള മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഇത് പരിശോധിക്കുക. പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന്, പെൻഷൻ മുടങ്ങുന്ന കാര്യമാണ്. മാർച്ച് 31 വരെയാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കും വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ അത് നൽകാത്തവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. സേവന പോർട്ടൽ മുഖേന ഓൺലൈനായിട്ട് തന്നെ ഇത് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വില്ലേജ് ഓഫീസറിൽ നിന്നാണ് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് ലഭ്യമാവേണ്ടത്. അതിനും ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. അത് ഉടനെ നൽകുക. ഇല്ലാത്ത ആളുകൾക്ക് ഏപ്രിൽ മാസം മുതൽ പെൻഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് മൂലം ഇപ്പോൾ ദീർഘനാളായിട്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ മാസം മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ ഈ മാസം 20-ന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ അടുത്ത മാസം പെൻഷൻ വീണ്ടും പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത മാസം ഇല്ലെങ്കിൽ തൊട്ടടുത്ത മാസം എന്തായാലും പിന്നീട് പെൻഷൻ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. പിന്നെ മാർച്ച് മാസത്തെ പെൻഷൻ എന്നുണ്ടാകും എന്നുള്ളതാണ്. മാർച്ച് 12 മുതൽ 15 നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ പെൻഷൻ ഇനി മുടങ്ങില്ല. നിയമസഭാ ഇലക്ഷനാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഏപ്രിൽ മാസത്തിലായിരിക്കും പെൻഷൻ ഇലക്ഷൻ നടക്കുക. അപ്പോൾ മാർച്ച് മാസത്തെ പെൻഷൻ സാധാരണ രീതിയിൽ തന്നെ 1 മാസത്തേത് ലഭിക്കുമ്പോൾ ഏപ്രിൽ മാസത്തേത് 2 മാസത്തെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് 1 മാസത്തെ, അതായത് മെയ് മാസത്തെ പെൻഷൻ ഏപ്രിലേക്ക് ആക്കിക്കൊണ്ട് 2 മാസത്തെ 4000 വിതരണം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് 4000 രൂപ എത്തിക്കാൻ സർക്കാർ ശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കൃത്യമായിട്ട് അറിയില്ല. ഈ മാസത്തെ പെൻഷൻ കൃത്യമായിട്ട് 2000 രൂപ തന്നെയുള്ളൂ ലഭിക്കുക എന്നുള്ളതാണ് വിവരം. കാരണം ഈ മാർച്ച് മാസം ക്ലോസ് ചെയ്യേണ്ട മാസമാണ്, സാമ്പത്തിക വർഷ അവസാനമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് വലിയ ഫണ്ട് വേണം. അതുകൊണ്ട് പെൻഷൻ 1 മാസത്തേത് മാത്രമാണ് വിതരണം ചെയ്യുക. അടുത്ത ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ കടമെടുപ്പും പുതിയ സാമ്പത്തിക വർഷമൊക്കെയാണ് വരുന്നത്. അപ്പോൾ സർക്കാരിന് കടമെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ 2 മാസത്തേത് വിതരണം ചെയ്യും.